ഹരിമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സൗദിയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ കാണാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഊഞ്ഞാലിൽ ഇരുന്നാടുന്ന പൊന്നുണ്ണികൃഷ്ണനായിട്ട് നമ്മുടെ ഈ ഒരു സത്സംഗത്തിലേക്ക് അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യാം. ഉണ്ണികൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഇന്നത്തെ എൻ്റെ വീഡിയോയിലുടനീളം എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നാം. വെറ്റില മുറുക്കിയിട്ടുണ്ട്. തിരുവാതിര ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് 108 വെറ്റില കഴിക്കാന്നുണ്ടല്ലോ ഒരു ചടങ്ങ്, മംഗല്യമുള്ള സ്ത്രീകൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 3 കൂട്ടൽ മുറുക്കൽ എന്ന് പറയില്ലേ, അത് കുറേ അധികം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വായിലൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. മാത്രമല്ല, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നട്ടപ്പാതിരയ്ക്കാണ്. ഇത് ഈ പാതിരാപ്പൂ ചൂടൽ ഒക്കെ കണ്ടു കാണുന്നു വിചാരിക്കുന്നു. തിരുവാതിര ആഘോഷമാണ്. അപ്പോൾ ഉറക്കൊഴിയലും പാതിരാപ്പൂ ചൂടലും ഒക്കെ ആയിട്ട് ഇത്ര നേരം കഴിഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് ഒരു 2 മണിയോളം ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയും കൂടെ ചെയ്തു വെച്ചിട്ട് ഗുരുവായൂരപ്പനെ ഒന്ന് വന്ന് കണ്ട് തൊഴുതിട്ട് വേണം ഇനി അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കും എന്ന് വിചാരിക്കുന്നു. നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിക്കുന്നു. മഹാദേവന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ശ്രീ പാർവതീ ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് അപേക്ഷിക്കുന്നു. കാരണം ഇന്ന് തിരുവാതിരയാണല്ലോ. അപ്പോൾ ഇന്ന് മഹാദേവന്റെയും ശ്രീ പാർവതീ ദേവിയുടെയും അനുഗ്രഹമാണല്ലോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഉണ്ണി ഗണപതിയും സുബ്രഹ്മണ്യ സ്വാമിയും അയ്യപ്പ സ്വാമിയും ഒക്കെ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു സത്സംഗം തുടങ്ങുന്നത്. അതിനു മുമ്പായിട്ട് ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണീതാര പ്രണതോസ്മി സദാശിവം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ എന്ന് ചൊല്ലിക്കൊണ്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം പറയാം. അതുൽ പി നാഥാണ് ഇന്നത്തെ ആദ്യത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിരുന്നു ഡെയിലി ഭഗവാന് നമസ്കാരം. ഇന്ന് ചെയ്തു തറയിൽ, ബട്ട് ഒന്നേ ചെയ്തുള്ളൂ. ചേച്ചി പറഞ്ഞ പോലെ സാഷ്ടാംഗം ചെയ്തില്ല, മുട്ടുകുത്തിയേ ചെയ്തുള്ളൂ. ഇനി കൂടെ താമസിക്കുന്നവർ ഹിന്ദുസ് അല്ല. നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്താലും അവർ ഡേർട്ടി ആക്കും. അപ്പോൾ തറയിൽ എങ്ങനെയാണ് നമസ്കരിക്കുക? അതിലെ ഇതൊരു എക്സ്ക്യൂസേ അല്ല. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, അതുലിനെ പോലെ യങ് ആയിട്ടുള്ള ഒരാൾ ഒരു എക്സ്ക്യൂസും പറയാതെ ഗുരുവായൂരപ്പനെ നമസ്കരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് അതൊന്ന് ക്ലീൻ ചെയ്താൽ പോരെ. നമ്മൾ ഒരുപാട് മുമ്പേ ക്ലീൻ ചെയ്തിട്ടൊന്നും വേണ്ട. ആ നമസ്കരിക്കാൻ എപ്പോഴാണോ ഉദ്ദേശിക്കുന്നത് ആ നിമിഷം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമസ്കരിച്ചാൽ മാത്രം മതി കേട്ടോ. ആ ഒരാൾക്ക് സാഷ്ടാംഗം നമസ്കരിക്കേണ്ട ഭാഗം എത്രത്തോളം ഉണ്ടാവും അത് മാത്രം ക്ലീൻ ചെയ്താൽ മതി. എന്നിട്ട് കൈകാലും മുഖവും കഴുകി ഒന്ന് നമസ്കരിച്ചാൽ മതി. 12 നമസ്കാരം തന്നെ മുടങ്ങാതെ ചെയ്യണം തന്നെയാണ് ഞാൻ പറയുള്ളൂ. ഞാൻ ഒരുപാട് എക്സ്ക്യൂസ് എടുത്തോളാൻ പറഞ്ഞത് നല്ല പ്രായമുള്ള ആളുകൾക്കും കാലിന് ബുദ്ധിമുട്ടുകളുള്ള ആളുകൾക്കും മാത്രമാണ് കേട്ടോ. അല്ലാത്ത ആൾക്കാരൊക്കെ നമസ്കരിക്കുക തന്നെ വേണം. നമ്മുടെ നമസ്കാരപ്രിയനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ എന്തും ഏതിനും തയ്യാറായി നിൽക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിനെ വരവേൽക്കേണ്ടത് നമ്മുടെ നമസ്കാരം കൊണ്ട് തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതിലിത് സ്വീകരിക്കും കേട്ടോ. അടുത്തതായിട്ട് ഒരു സംശയം. ഓൺലൈനിൽ വഴിപാട് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ബുക്ക് ചെയ്യേണ്ട ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, പിന്നെ പേയ്മെൻറ്റ് ഓപ്ഷൻ കാണുന്നില്ല, എന്താണെന്ന് പറഞ്ഞു തരുമോ എന്നാണ് മുകേഷ് എന്ന ഭക്തൻ ചോദിച്ചിരിക്കുന്നത്. മുകേഷ്, അത് ചില വഴിപാടുകൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ളത് പേയ്മെൻറ്റ് ഓപ്ഷൻ കാണിക്കാതിരിക്കും. എന്നാൽ ചില സമയത്ത് സൈറ്റ് ഡൗൺ ആയാലും ഇതുപോലെ പേയ്മെൻറ്റ് ഓപ്ഷൻ വരാതിരിക്കും. ഇതിലിപ്പോൾ ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ. ചില വഴിപാടുകൾ ഓൺലൈനിൽ ഇല്ലാത്തതാണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ഓപ്ഷൻ ഓൾവേസ് ഇല്ലാതിരിക്കും. അതല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയാൽ, സൈറ്റ് ഡൗൺ അല്ലാത്ത സമയത്ത് നോക്കിയാൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്തതായിട്ട് വിക്ടറി വൈബ്സ് എന്നാണ് ID കാണുന്നത്. പേര് എനിക്ക് മനസ്സിലായിട്ടില്ല. സവിത ചേച്ചി, ഞാൻ +2 കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയാണ്. അമ്മയോടൊപ്പം ഞാനും ചിലപ്പോഴൊക്കെ ചേച്ചിയുടെ വീഡിയോ കാണാറുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് എനിക്കൊരു ഡിഫൻസ് ജോബ് ആണ്. പക്ഷേ എൻ്റെ ആരോഗ്യ പ്രശ്നം കാരണം ഞാൻ അതിൽ നിന്ന് പിന്മാറി. എനിക്ക് എൻ്റെ ആഗ്രഹത്തിൽ എത്തിച്ചേരാൻ പറ്റുമോ? ചേച്ചി ഒന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുമോ? ഉത്തരം തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. മോൻ എന്തായാലും
എന്തായാലും വിചാരിക്കുന്ന ജോലി തന്നെ കിട്ടും. എങ്ങനെയാ കിട്ടുക? നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഉറപ്പായിട്ടും അത് ശരിയാക്കി തരും കേട്ടോ. ആരോഗ്യം നൽകാൻ ഗുരുവായൂരപ്പനെ കഴിഞ്ഞ് ഏത് ഈശ്വരനും ഉള്ളൂ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അനേകം ഭക്തര് ആരോഗ്യം നേടിയിട്ടുണ്ട്, ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചിട്ട് ആരോഗ്യം നേടിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നവമാധ്യമങ്ങളിലൂടെ ഒരു പയ്യൻ പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, സംസാരശേഷി ഇല്ലാതിരുന്ന ആൾ സംസാരിച്ചു എന്ന രീതിയിൽ പറയുന്ന ഒരു വീഡിയോ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ഒരാൾക്കല്ല, അനേകം പേർക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരിക്കലും സംസാരിക്കില്ല എന്ന് വിചാരിച്ച ആൾ ഇവിടെ വന്ന് സംസാരിച്ചു എന്നുള്ള ആ ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട്. മേൽപ്പത്തൂരിൻ്റെ വാദരോഗം മാറ്റിയ കഥയാണ് കൂടുതൽ ആളുകൾക്കും അറിയാം. അതല്ലാതെ ഇവിടെ ഒരു ഭക്തൻ ഉണ്ടായിരുന്നു, ഇതേമാതിരി തന്നെ അദ്ദേഹത്തിന് വാതരോഗം തന്നെയായിരുന്നു, നടക്കാനൊന്നും പറ്റില്ല, മറ്റുള്ളവരുടെ സഹായത്താൽ മാത്രം നടക്കാൻ മാത്രം പറ്റും. പക്ഷെ അദ്ദേഹം ഭയങ്കര വലിയ ധനസ്ഥിതിയുള്ള ആളായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പണക്കിഴി ഉണ്ടായിരുന്നു. ഇത് എനിക്ക് നടക്കാറായ ഗുരുവായൂരപ്പന് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൊണ്ടുവന്നതാണ് അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ നിന്ന്. എനിക്ക് നടക്കാറായ ഇത് ഭഗവാന് കാണിക്ക ഇടാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു തുക അദ്ദേഹം പണക്കിഴിയായിട്ട് കെട്ടി എപ്പോഴും കൂടെയുള്ള ആളുകളുടെ സംരക്ഷണയിൽ അദ്ദേഹം നടക്കുകയല്ല, അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടാണ്. ഒരാളുടെ സഹായം ഇല്ലാതെയോ പിടിച്ചിട്ടോ ഒക്കെ ഇല്ലാതെ നടക്കാൻ പറ്റില്ല കേട്ടോ. ആ ഒരു സമയത്ത് വളരെ ദരിദ്രനായിട്ടുള്ള ഒരാൾ ഗുരുവായൂരപ്പനെ ഭജിക്കാനെത്തി. അദ്ദേഹത്തിൻ്റെ മക്കളുടെ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് ധനം ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നും പ്രാർത്ഥിക്കും, ഉണ്ണികൃഷ്ണ ഞാൻ എന്താ ചെയ്യുക, എനിക്കിനി എന്താ ഒരു മാർഗമുള്ളത് എന്നൊക്കെ. ഒരിക്കൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സ്വപ്നം കണ്ടു. എൻ്റെ ആ ഒരു വടക്കേച്ചിറയിൽ, അതായത് രുദ്രതീർത്ഥക്കുളത്തിൽ ഭഗവതിക്കേട്ടിൻ്റെ അവിടെയുള്ള ആ ഒരു കടവിൽ അവിടെ ഒരു പണക്കിഴി കാണും. അതെടുത്തിട്ട് ഓടിക്കോളാൻ ഒരു ഉണ്ണികൃഷ്ണനാട്ടോ വന്ന് പറഞ്ഞത്. അതെടുത്ത് ഓടിക്കോളാനാണ് പറയണത്. ഈ ഓടിക്കോളാൻ പറയുന്ന സമയത്ത് അദ്ദേഹം വിചാരിച്ചു, എന്ത് സ്വപ്നം അപ്പം ഇത് ഞാൻ കണ്ടത്. നോക്കുമ്പോൾ അദ്ദേഹം കണ്ടത് ആ നിർമ്മാല്യ സമയത്താട്ടോ. അപ്പോൾ ഇത് സത്യം തന്നെയായിരിക്കുമോ? അദ്ദേഹത്തിന് ആകെ കൂടി ഒരു പരിഭ്രമമായി. എന്തായാലും അദ്ദേഹം കുറച്ചു നേരത്തിനുള്ളിൽ കുളിക്കാനായിട്ട് കുളക്കടവിലെത്തി. ആ സമയത്തുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കിഴി പണം അവിടെ ഉണ്ട്. അതാരുടെയാണെന്നറിയോ? നേരത്തെ ഞാൻ പറഞ്ഞ ധനവാനായിട്ടുള്ള ആളുണ്ടല്ലോ, അദ്ദേഹം കുളിക്കാൻ പോകുമ്പോൾ അവിടെ വെച്ചതാണ് കേട്ടോ ആ ഒരു പണക്കിഴി. ഇതെടുത്ത് ഓടിക്കോളാനാണല്ലോ സ്വപ്നത്തിൽ കണ്ടത്. എടുത്തു, അദ്ദേഹം ഓടി. ഇതങ്ങോട്ട് കണ്ടില്ലേ ആ ധനവാനായിട്ടുള്ള ഭക്തൻ, അദ്ദേഹം അങ്ങോട്ട് ഓടാൻ തുടങ്ങി പിന്നാലെ. നിക്ക എൻ്റെ പണക്കിഴിയും കൊണ്ട് ഓടുകയാണോ, കള്ള എന്ന് വിളിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി. കുറച്ചു ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഇതിപ്പോൾ എന്താ സംഭവിച്ചത്? ഓടുകയാണ്, നടക്കാൻ പറ്റാത്ത ആളാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാ ഇപ്പം ഇതിങ്ങനെ സംഭവിച്ചത്? അദ്ദേഹത്തിന് തന്നെ അത്ഭുതമായി കേട്ടോ. ആ സമയത്ത് ഒരു കുട്ടി വന്നിട്ട്, അതായത് ഒരു 4 വയസ്സുകാരൻ ഉണ്ണി വന്നിട്ട്, ആ കാലുവേദനയൊക്കെ മാറിയില്ലേ, പിന്നെ ഇപ്പം എന്തിനാ ആ ധനം, അത് അദ്ദേഹം കൊണ്ടുപോയിക്കോട്ടെ, അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ ഭക്തനല്ലേ എന്ന് പറയുന്നതായിട്ട് കണ്ടു അത്രേ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഉണ്ണികൃഷ്ണന് കൊടുക്കാന്ന് പറഞ്ഞ ധനം ഉണ്ണികൃഷ്ണൻ ആ ധനമില്ലാത്ത ആൾക്ക് കൊടുത്തു. ഉണ്ണികൃഷ്ണൻ പകരം എന്താ കൊടുത്തത്? ആരോഗ്യം കൊടുത്തിട്ട് അങ്ങോട്ട് എന്താ പറയുക, സംരക്ഷിച്ചു. അപ്പോൾ മോൻ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്, ഡിഫൻസിൽ ജോലി കിട്ടണം എന്നാണ് ആഗ്രഹം എങ്കിൽ ഉറപ്പായിട്ടും ആ ആഗ്രഹം തന്നെ പറഞ്ഞ് ഗുരുവായൂരപ്പനെ നമസ്കരിക്കൂ. എങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നാരായണീയത്തിലെ 82ാമത്തെ ദശകം എല്ലാ ദിവസവും മുടക്കം കൂടാതെ ചൊല്ലി നമസ്കരിക്കൂ. ഒറ്റ നമസ്കാരം ചെയ്താൽ മതി, ആരോഗ്യ പ്രശ്നങ്ങൾ മാറുന്നത് വരെ. ആരോഗ്യ പ്രശ്നങ്ങൾ മാറിയാൽ 108 തവണ ഗുരുവായൂരപ്പനെ നമസ്കരിക്കണം. ഇതാട്ടോ എനിക്കുള്ള സജഷൻ. ഇനി നാരായണീയത്തിലെ 82ാമത്തെ ദശകം എനിക്ക് വായിക്കാൻ അറിയില്ല സവിത ചേച്ചി എന്നൊരിക്കലും പറയരുത്. പഠിക്കുന്ന കുട്ടികൾക്കാണ് നാരായണീയം പോലുള്ള എന്ത് ശ്ലോകങ്ങളാണെങ്കിലും പെട്ടെന്ന് മനഃപ്പാഠമാക്കാൻ സാധിക്കുക. അവർ പുസ്തകങ്ങളുടെ ലോകത്താണ്. നമ്മളതൊക്കെ കഴിഞ്ഞ് വീട്ടമ്മയായി അങ്ങനെ ഒതുങ്ങിക്കൂടി മറ്റൊരു ലോകത്താണ്. നമ്മുടെ ലോകം ചിലപ്പോൾ അടുക്കളയും കുട്ടികളും ഭർത്താവും ഒക്കെ ആയിരിക്കും. അപ്പം നമുക്കതിലേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് മോൻ എന്തായാലും 82ാമത്തെ ദശകം ചൊല്ലി നമസ്കരിക്കൂ. ഡിഫൻസിൽ ജോലി കിട്ടി സവിത ചേച്ചി എന്നൊരു വാർത്തയ്ക്കായിട്ട് ഞാൻ കാത്തിരിക്കൂ കേട്ടോ.
അടുത്തതായിട്ട് ഞാൻ സവിതയുടെ വീഡിയോസ് കാണാറുണ്ട്. ഞാൻ ഇപ്പോഴും ഉണ്ണിക്കണ്ണനോട് പ്രാർത്ഥിക്കും സ്വപ്നത്തിൽ വരണേ എന്ന്. എന്നാൽ ആ ദിവസങ്ങളിലെല്ലാം എൻ്റെ മകളാണ് ഭഗവാനെ, ഗുരുവായൂരപ്പനെ സ്വപ്നം കാണുന്നത്. ഗുരുവായൂരപ്പനെ എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിട്ടാണോ എൻ്റെ സ്വപ്നത്തിൽ വരാത്തത്? ഒരിക്കലും അല്ല. യോഗീശ്വരനായ ശ്രീ ഗുരുവായൂരപ്പനെ സ്വപ്നം കാണണമെങ്കിൽ അതിനും വേണം ഒരു യോഗ്യത അല്ലേ? ആ യോഗ്യതയിലേക്കൊക്കെ നമ്മൾ എത്തുന്നേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. ഗുരുവായൂരപ്പനെ നമ്മളോട് ഒരിക്കലും ദേഷ്യമില്ല കേട്ടോ. എന്താ പറയാ, അത്രയ്ക്ക് ശ്രേഷ്ഠരായ ഭക്തർക്ക് പോലും മനസ്സിൽ ഒന്ന് രൂപം തെളിഞ്ഞു കിട്ടിയാലായി എന്ന് വിചാരിക്കേണ്ട അത്ര വലിയ ആളാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ. എന്നിട്ടും എൻ്റെ മകൾക്ക് കാണാൻ പറ്റുമല്ലോ എന്നല്ലേ ഇപ്പം ആലോചിച്ചത്. മകളുടെ നിഷ്കളങ്കത കൊണ്ടായിരിക്കും ഭഗവാനെ അങ്ങനെ മകളുടെ അടുത്തേക്ക് പോയത് കേട്ടോ. നമ്മൾ അത്രയൊന്നും എത്തിയിട്ടില്ല. നമ്മുടെ മനസ്സൊന്നും കൂടെ ഒന്ന് ശുദ്ധാക്കാനുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഗുരുവായൂരപ്പന് ഒരിക്കലും നമ്മളോട് ദേഷ്യമില്ല. അപ്പം എങ്ങനെയാ മനസ്സ് ശുദ്ധാക്കുക ചോദിച്ചാൽ, ഞാൻ പറയാറുണ്ടല്ലോ, ഓരോ ദിവസവും കഴിയുമ്പോൾ ആ ദിവസത്തെ എല്ലാ കാര്യങ്ങളും ഗുരുവായൂരപ്പനോട് തുറന്ന് സംസാരിക്കുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിന് ഒരുപാട് മാറ്റം വരും, ഒരുപാട് ശുദ്ധമാവും. അതുകൊണ്ട് അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കൂ കേട്ടോ. ഉടൻ തന്നെ സ്വപ്നത്തിൽ ഗുരുവായൂരപ്പൻ വരട്ടെ, ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ. അമൃത എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട്, സവിതക്കുട്ടി എൻ്റെ ഒരു വിഷമം പറയാനുണ്ട്, മറുപടി തരണേ. എൻ്റെ തൊട്ടടുത്ത അമ്പലത്തിൽ സപ്താഹമുണ്ട്. സപ്താഹം എന്ന് വെച്ചാൽ എൻ്റെ ജീവനാണ്. അതിന് പോകാൻ ഒരു തടസ്സമുണ്ട്. എൻ്റെ ഭർത്താവിന് ഇഷ്ടമല്ല പോകുന്നത്. അപ്പോൾ അദ്ദേഹം കുറച്ച് ദൂരേക്ക് ജോലിക്ക് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാലേ എനിക്ക് സപ്താഹത്തിന് കൂടുവാൻ പറ്റുള്ളൂ. ദൂരത്തിലേക്ക് പോയാൽ എനിക്ക് സപ്താഹത്തിന് പോകാം. അതിനുവേണ്ടി ഞാൻ ഗുരുവായൂരപ്പനോട് ഒരുപാട് പ്രാർത്ഥിക്കുന്നു. ഗുരുവായൂരപ്പന് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, ഉത്തരം തരണേ എന്നാണ്. ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കേണ്ട. ദൂരത്തേക്ക് ഭർത്താവ് പോകണം എന്ന് പ്രാർത്ഥിക്കുകയേ ചെയ്യേണ്ട. അതിന് പകരം എനിക്ക് സപ്താഹം കേൾക്കാൻ സാധിക്കണം എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ആർക്കറിയാം, നാളെ അദ്ദേഹം തന്നെ സപ്താഹ വേദിയിലേക്ക് ചെന്നാക്കി തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള ഒരു മനസ്സിൻ്റെ ഒരു പാകതയിലേക്ക് എത്തില്ല എന്ന് ഒരു ഉറപ്പില്ല. ഗുരുവായൂരപ്പൻ വിചാരിച്ചാൽ ഏതൊരു വ്യക്തിയെയും അദ്ദേഹത്തിലേക്ക് അടുപ്പിക്കാൻ ഏതാനും ചില നിമിഷങ്ങൾ മാത്രം മതി. ഇപ്പോൾ ഭർത്താവിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല ഇങ്ങനെ പറയണേ, ഭർത്താവ് അടുത്തുണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടുമല്ല, സപ്താഹം കേൾക്കണം എന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ആ ഉദ്ദേശമാണ് പറയേണ്ടത് ഗുരുവായൂരപ്പനോട്. എനിക്ക് സപ്താഹം കേൾക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട്, എനിക്ക് എൻ്റെ കൃഷ്ണൻ്റെ കഥകൾ കേൾക്കണം എന്ന വലിയ ആഗ്രഹമുണ്ട്, എന്നെ അതിനനുഗ്രഹിക്കണേ എന്ന് ഒന്ന് മാറ്റി പ്രാർത്ഥിച്ചു നോക്കൂ. അദ്ദേഹം തന്നെ മനസ്സ് മാറി അങ്ങനെ കൊണ്ടു തിരിച്ചു വരാനും സാധ്യതയുണ്ട്. ഇത് ഞാൻ വെറുതെ പറയണതല്ല കേട്ടോ. അനേകം പേരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, കുറേ അനുഭവം ഇങ്ങനെ അമ്മമാർ ഷെയർ ചെയ്യുന്നതും പിന്നെ ഗുരുനാഥൻ തന്നെ, ആചാര്യൻ തന്നെ പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ആദ്യ കാലങ്ങളിലൊക്കെ ഭാര്യ ഇങ്ങനെ ഗുരുവായൂർക്ക് പോകണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുമായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹം ഭാര്യയുടെ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട്, അതായത് ശല്യപ്പെടുത്തുന്ന പോലെ പറയുന്നത് കൊണ്ട് മാത്രം അങ്ങനെ കൊണ്ടുപോകും. പിന്നെ ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു തുടങ്ങി. പിന്നെ എന്നാലും ഇദ്ദേഹം ഭാര്യയെ തന്നെ പറഞ്ഞേക്കാൻ ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം കൂടെ ചെല്ലും. പിന്നെ തോന്നി, എന്താ ഇവളിങ്ങനെ എല്ലാ മാസവും വരണം എന്ന് പറയണം, അതിന് മാത്രം എന്ത് നിധി അവിടെ ഉള്ളത്, ഇതൊന്നും അറിയണമല്ലോ എന്ന് കരുതി അദ്ദേഹം പതുക്കെ ഒരു ദിവസം അമ്പലത്തിൽ വരാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ഗുരുവായൂരപ്പനെ കണ്ടു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത്ര അദ്ദേഹം ഗുരുവായൂരപ്പനെ കാണുന്നത്. ആ ഒരു തേജസ് കണ്ടതും അദ്ദേഹത്തിന് തോന്നി, തരക്കേടില്ല കേട്ടോ, മനസ്സിനൊക്കെ എന്തോ ഒരു മാറ്റം വരുന്നുണ്ടെന്ന്. അടുത്ത മാസം തൊട്ട് അദ്ദേഹവും കൂടി ആ അമ്മയുടെ കൂടെ വരാൻ തുടങ്ങിയത്രേ. പിന്നെ ഉണ്ടല്ലോ, ആ അമ്മയ്ക്ക് നടുവേദനയും കാലുവേദനയും കാരണം ഈ മാസം ഞാൻ ഗുരുവായൂർക്ക് പോകണില്ല എന്നാ വിചാരിക്കണേ എന്ന് പറയുമ്പോൾ, നിനക്ക് നടുവേദന ഉണ്ടോ, എന്നാൽ ഞാൻ പോയിട്ട് ഒന്ന് തൊഴുതിട്ട് ആടിയ എണ്ണ മേടിച്ചു കൊണ്ടുവരാം എന്ന് ഇങ്ങോട്ട് പറയുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹം മാറി എന്നുള്ള ഒരു കഥ പറയാറുണ്ട് കേട്ടോ. അതേമാതിരി ഇദ്ദേഹത്തിനും ഒരു മാറ്റം സംഭവിച്ചാൽ മതിയല്ലോ, മനസ്സുകൊണ്ട് ഇദ്ദേഹം അംഗീകരിച്ചാൽ മതിയല്ലോ ഈ സപ്താഹവേദിയിലേക്ക് എൻ്റെ ഭാര്യ പോയിക്കോട്ടെ എന്ന്. അപ്പോൾ അതിനായിട്ട് പ്രാർത്ഥിച്ചോളൂ.
ഞാനും പ്രാർത്ഥിക്കാം. നല്ലോണം നാമം ചൊല്ലിക്കോളൂ കേട്ടോ. അടുത്തതായിട്ട് സജേഷി, എൻ്റെ ചോദ്യം വായിക്കണേ. ഈ നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് ആ വീഡിയോ കാണുന്നത്. അപ്പോൾ ഓരോ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത് കണ്ടു, അതുകൊണ്ട് ചോദിക്കുകയാണ്, പറഞ്ഞു തരൂ എന്നാണ് മഞ്ജു എന്ന ഭക്ത പറഞ്ഞിരിക്കുന്നത്. മുട്ടുകുത്തി നെറ്റി മുട്ടിച്ച് നമസ്കരിക്കുക എന്നത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. നോക്കൂ, ഏതോ ഒരു തലമുറ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തലമുറ നമ്മുടെ സംസ്കാരങ്ങളെയും നമ്മുടെ പൈതൃകങ്ങളെയും ഒക്കെ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിൽ എവിടെയൊക്കെ പാളിച്ച വരുത്തി. അതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം നമുക്കൊരു അമ്പലത്തിൽ പോയാൽ മര്യാദയ്ക്ക് തൊഴാൻ അറിയില്ല, പ്രദക്ഷിണം വയ്ക്കാൻ അറിയില്ല, പ്രദക്ഷിണത്തിൻ്റെ എണ്ണത്തിൻ്റെ കണക്കറിയില്ല, മഹാവിഷ്ണുവിന് ഇത്ര, ഭഗവതിക്ക് ഇത്ര, ഷൺമുഖന് ഇത്ര, മഹാദേവന് ഇത്ര, ആദിപരാശക്തിക്ക് ഇതൊന്നും നമുക്കറിയില്ല. എങ്ങനെ അറിയാതായത്? ഒരു തലമുറ അല്ലെങ്കിൽ 2 തലമുറ അതിൻ്റെ അടുത്ത ജനറേഷനിലേക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ മറന്നുപോയി. ഏതെങ്കിലും കാരണവശാലായിരിക്കാം. അതുകൊണ്ടാണ് നമുക്കിതൊന്നും അറിയാത്തത്. ഏത് ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിലും ആ ക്ഷേത്രത്തിലെ മൂർത്തിയെ നമസ്കരിക്കുക എന്നുള്ളത് ഒരു ബേസിക് അമ്പല മര്യാദയാണ്. അപ്പോൾ ഇത് നമുക്കറിയാത്തതിൽ ഒരു തെറ്റും നമ്മളെ പറയാനില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പൂർവികർ അത് ചെയ്തു തന്നില്ല. ഏതോ ഒരു തലമുറ അത് സ്കിപ്പ് ചെയ്തു, അതുകൊണ്ടാണ് നമുക്കത് അറിയാത്തത്. അപ്പോൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും സ്ത്രീകളാണെങ്കിൽ മുട്ടുകുത്തി നെറ്റിമുട്ടിച്ച് ആ ഈശ്വരൻ്റെ നാമം ചൊല്ലിക്കൊണ്ട് നമസ്കരിക്കുക എന്നാണ്. ഇനി പുരുഷന്മാരാണെങ്കിൽ സാഷ്ടാംഗം നമസ്കരിക്കുക. ഇതേ നമസ്കാരം നമ്മുടെ വീട്ടിലായാലും ചെയ്യാം എന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 12 നമസ്കാരം ഒന്നിച്ച് ചെയ്യണം എന്നുണ്ടോ എന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. ഒന്നിച്ച് ചെയ്യണമെന്നില്ല. 3 3 3 4 സെറ്റായിട്ട് ചെയ്യാം, 4 4 4 3 സെറ്റായിട്ട് ചെയ്യാം, 6 6 2 സെറ്റായിട്ട് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇനി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മെൻ്റൽ ഹെൽത്തിന് വേണ്ടി ഗുരുവായൂരിൽ എന്ത് വഴിപാട് നടത്തണമെന്ന് പറഞ്ഞു തരുമോ എന്നാണ് രസ്ന എന്ന ഭക്ത പറഞ്ഞിരിക്കുന്നത്. മെൻ്റൽ ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാനസികമായിട്ടുള്ള പ്രശ്നമാണല്ലോ. മനസ്സ് ശുദ്ധമാക്കാൻ സപ്തശുദ്ധി അഭിഷേകം നടത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഗുരുവായൂരപ്പന് സപ്തശുദ്ധി മന്ത്രം കൊണ്ട് 108 ഉരു ചൊല്ലിക്കൊണ്ട് അഭിഷേകം ചെയ്യുന്ന രീതിയെ ആണ്. അതിൻ്റെ താന്ത്രിക വശങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല. ഇങ്ങനെയാണ് നടക്കാറുള്ളത്. ഇത് എല്ലാ ദിവസവും നടക്കുന്നതാണ്. ഇത് ഭക്തജനങ്ങൾക്ക് ഷീട്ടാക്കാൻ പറ്റുന്നതാണ്. 2 തരത്തിലുള്ള സപ്തശുദ്ധി അഭിഷേകങ്ങളാണ് നമുക്ക് ഷീട്ടാക്കാൻ സാധിക്കുക. ഒന്ന് 20 രൂപയുടെ സപ്തശുദ്ധി അഭിഷേകം, മറ്റൊന്ന് 400 രൂപയുടെ സപ്തശുദ്ധി അഭിഷേകം എന്നാണ്. ഇനി 40 രൂപയാണോ എന്നുള്ളത് എനിക്ക് ഒന്ന് കൺഫേം ചെയ്യണം. ഇങ്ങനെ 2 തരത്തിലുള്ള സപ്തശുദ്ധി അഭിഷേകങ്ങൾ നമുക്ക് ഷീട്ടാക്കാൻ സാധിക്കും. ഇത് മനഃശുദ്ധിക്ക് വേണ്ടിയിട്ട് എന്നാണ് പറയുക. മനസ്സ് നേരെയല്ലാത്തവർക്ക് അത് നേരെയാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. ശുദ്ധീകരിക്കുക എന്നുള്ളത് മാത്രമല്ല, മനസ്സിലെ ചിന്തകൾ കലുഷിതമാവുമ്പോഴാണല്ലോ മാനസികമായ പ്രശ്നങ്ങൾ വരിക. അപ്പം ആ ചിന്തകളെ മുഴുവൻ ക്രമീകരിച്ച് ക്രോഡീകരിച്ച് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു സപ്തശുദ്ധി അഭിഷേകം നടത്താറുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്തോളൂ, അത് നേരെയാവട്ടെ കേട്ടോ. അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. ഇനി ഞാൻ ഇന്നലെ ഇട്ട വീഡിയോൻ്റെ താഴെ വന്ന കമൻസ് നോക്കിയിട്ടില്ല കേട്ടോ. തിരുവാതിരയുടെ വ്രതത്തിൽ പോയിട്ടുണ്ട്. അത് നാളെ ഞാൻ നോക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് അത്രയും വിശേഷങ്ങളേ ഉള്ളൂ. നാളെ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ കഥകളും ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എൻ്റെ പിറന്നാൾ ആശംസകൾ അറിയിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എനിക്ക് ആവശ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എൻ്റെ പേരും കൂടി പറയാൻ മറക്കില്ല എന്ന പ്രതീക്ഷയോടെ സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.